മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ന് രാവിലെ മുതൽ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി അവർക്ക് കിട്ടിയിട്ടുള്ള മാസപ്പടിയെ സംബന്ധിച്ചിട്ടുള്ള കേസ്, ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിരവധി സ്ഥലങ്ങളിൽ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ കേസ് ഏറെ പഴക്കമുള്ളൊരു കേസാണ്. ചുരുങ്ങിയതൊരു എൻ്റെ ഓർമ്മ ഒരു 3-4 വർഷത്തെ പഴക്കമുള്ള കേസാണ്. ഈ കേസിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയം ശ്രീമതി വീണ വിജയൻ CMRL കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ള തുക, പ്രതിമാസം 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ആയിട്ട് അവർക്ക് വ്യക്തിപരമായും കമ്പനിയുടെ പേരിലും കൈപ്പറ്റിയിട്ടുള്ള തുക, ആ തുക അവർ നൽകിയിട്ടുള്ള ഏത് സേവനത്തിൻ്റെ പേരിലാണ് എന്നുള്ളത് വിശദീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ SFIOയും ഈ കാര്യത്തിൽ അവര് എടുത്തിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം, അവര് കണ്ടെത്തിയിട്ടുള്ള കാര്യം, CMRL കമ്പനി പലരുമായിട്ടും അവര് പണമിടപാടുകൾ നടത്തി. ആ പണമിടപാടുകൾ ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തിയതിൻ്റെ പേരിലല്ല, അതല്ലാതെയാണ് ആ പണമിടപാട് നടത്തിയത്. ഇതാണ് ഈ കേസിലെ അടിസ്ഥാന വിഷയം. ഈ കേസ് വന്നതിന് ശേഷം ശ്രീ ഷോൺ ജോർജ് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ SFIO അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ 3 വർഷത്തിലേറെ കാലമായി ഈ കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രീമതി വീണ വിജയനും അതോടൊപ്പം കേരള സർക്കാരും നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, ഈ 3 കോടതികളിലും ഒന്നിനു പുറകെ ഒന്നായി അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് ഈ കേസിനെ ഇത്രയും ദീർഘിപ്പിക്കാനുള്ള കാരണം. SFIOയുടെ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം SFIO ഈ കാര്യത്തിൽ വീണ വിജയനെ 3ാം പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ SFIOയുടെ കേസ് ഫയലിംഗിൽ പ്രൊസീഡിയറൽ എറർ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിഭാഗം ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും നിലവിലുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് താൽക്കാലിക സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തു. അപ്പോൾ SFIOയുടെ അന്വേഷണം അങ്ങനെ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ തരത്തിലുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകൾ ഫണ്ട് ഡൈവേഷൻ ഫ്രം CMRL to various individuals under the guise of expenses which are fake. ഇത് ED ഇറക്കിയിട്ടുള്ള കുറിപ്പിലെ പരാമർശമാണ്. അതായത് വിവിധ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഫണ്ട് ഡൈവേർഷൻ, അത് ചെലവുകളുടെ പേരിൽ എന്നുള്ള പേരിൽ നൽകിയിട്ടുള്ളത് മുഴുവൻ തന്നെ വ്യാജമാണ് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA, മണി ലോണ്ടറിംഗ് എന്നുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തത്. അതിനെതിരായിട്ട് കേരള ഹൈക്കോടതിയിൽ വീണ്ടും
വീണ വിജയന്റെ തടസ്സവാദം അത് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം വന്നു. ഇന്നലെ കേരള ഹൈക്കോടതി ആ തടസ്സവാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാം, അതിനുള്ള അനുവാദം നൽകി. ഒരു സർക്കാരിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുടെ മകൾ എന്തിനു വേണ്ടി പണം നൽകി എന്നുള്ളതിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഞങ്ങൾ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതല്ല മറുപടി എന്ത് സേവനം നൽകിയതിനാണ് ഈ പണം കൈപ്പറ്റിയത് എന്നാണ്. അത് ഇതുവരെ മുഖ്യമന്ത്രിക്ക് സഭാതലത്തിലോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിന് പുറത്തോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം. അതിനു പകരം സർക്കാർ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 2 കോടിയോളം രൂപ KSIDC തന്നെ ചെലവാക്കിക്കൊണ്ട് ഈ അന്വേഷണത്തെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാനും തടസ്സപ്പെടുത്താനും കഴിഞ്ഞ 3-4 വർഷത്തോളമായിട്ട് ശ്രമം നടത്തുകയാണ്. അതാണ് ഈ കേസിലെ അന്വേഷണം ഇത്രയും വൈകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോ ഈ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുവാദം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തും, നിയമത്തിന്റെ വഴിക്ക് നീങ്ങും. ശ്രീമാൻ പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞാനത് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ ഭയക്കേണ്ടതില്ല എന്നാണ്. ഈ വാചകം അദ്ദേഹം സ്വയം അദ്ദേഹത്തിന് ഭയമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാചകമാണ് നിയമസഭയിലെ പ്രസംഗത്തിൽ. ഇപ്പൊ ഭയം ഉണ്ടായോ രണ്ടാമത് പുതുതായിട്ട്? അതുകൊണ്ടാണോ CPM അണികളെ ഇറക്കി വിട്ട് അക്രമം അഴിച്ചു വിട്ട് ഈ അരാജകത്വം സൃഷ്ടിച്ച് കലാപം സൃഷ്ടിച്ച് കേസന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്? കേസന്വേഷണം നടത്തുമ്പോൾ കേസിനെ കോടതിയിൽ നേരിടാൻ ധൈര്യമില്ലാത്തവർക്ക്, കേസിനെ കോടതിയിൽ നേരിടാൻ സാധിക്കാത്തവരാണ് പുറത്ത് പോലീസിനെ ആക്രമിച്ചിട്ട് കേസ് അവസാനിപ്പിക്കാം എന്ന് ഉള്ള വ്യാമോഹത്തിൽ ഈ തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഇത് പുതുതായിട്ട് ചെയ്യുന്നതല്ല. മാർക്സിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരം എന്നുള്ള പേരിൽ നടത്തിയിട്ടുള്ള പല നടപടികളും ഇങ്ങനെയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ്. കൂത്തുപറമ്പിൽ ഇതുപോലെ നടന്നത്. കൂത്തുപറമ്പിൽ 5 പേരുടെ വെടിവെപ്പിൽ ആത്യന്തികമായിട്ട് കലാശിച്ച സംഭവങ്ങൾ പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ തിരുത്തിയെങ്കിലും ഇതുപോലെ പാർട്ടി അണികളെ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടി അണികളെ അക്രമത്തിനും അരാജകത്വത്തിനും വേണ്ടിയിട്ട് അഴിച്ചുവിട്ടുകൊണ്ട് നിയമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ഇനിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള അണികളെങ്കിലും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്, UDF സർക്കാരിന്റെ നിലപാടെന്താണ് എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. UDF കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞത് ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു, ഈ അന്വേഷണം അവസാനിപ്പിച്ചു, കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ധാരണയാണ്, അതുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകില്ല, പിണറായി വിജയനെതിരായിട്ട് ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ എന്ത് നിലപാടെടുക്കുന്നു? രാഹുൽ ഗാന്ധിയും സംഘവും, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും സർക്കാരിന്റെ ഉപകരണങ്ങളാണ്, പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഉപകരണങ്ങളാണ് എന്നുള്ള നിലപാട്, അതേ നിലപാടാണോ കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ UDFന്റെ നേതൃത്വത്തിനും എന്ന് വ്യക്തമാക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ അന്വേഷണം കഴിഞ്ഞ കാലങ്ങളിൽ UDF ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ്, നിയമസഭാ തലത്തിൽ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുമ്പോൾ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ നിലപാട് തന്നെയാണോ കേരളത്തിലെ കോൺഗ്രസിന്, അതോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേട്ടയാടലല്ല, ഇത് നീതി നിർവഹണമാണ്, നാട്ടിലെ പൊതുഖജനാവിലെ പണം കൊള്ളയടിച്ച ആളുകളെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ എന്നുകൂടി ചോദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ നയം വ്യക്തമാക്കണം, അവരുടെ നിലപാട് വ്യക്തമാക്കണം
എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് തുടങ്ങിയത് ഇന്നലെ വി.ഡി. സതീശൻ പോയതിനു ശേഷം ഉണ്ടായ കേസല്ലല്ലോ. ഇത് കേരള ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഉള്ളൊരു കേസ്. ആ കേസിൽ ഇന്നലെ കേരള ഹൈക്കോടതി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുവാദം കൊടുത്തു. അത് കേസിൽ ലിസ്റ്റ് ചെയ്യുന്നത് വി.ഡി. സതീശന് നരേന്ദ്രമോദിയെ കാണുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഈ എം.വി. ഗോവിന്ദൻ പല പത്രസമ്മേളനങ്ങളിലും പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് ബോധ്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നാണ് അവരുടെ വിലയിരുത്തൽ യോഗങ്ങൾ. അതേപോലുള്ള ഒരു ഇത് ഇപ്പം വീണ്ടും അവർ അവസാനിപ്പിച്ചിട്ടില്ല. അവർ പറയുന്നു അത്ര വേറെ ഡീല് ഉണ്ടാവണമെങ്കിൽ ഇന്നലെ അല്ലല്ലോ കോടതിയിൽ ഈ വിഷയം വരുന്നത്.